നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ ഇപ്പൊ അച്ചി വീട്ടിലാണ് പൊറുതിയെന്ന് അറിഞ്ഞല്ലോ. കൊള്ളാം. പല തെമ്മാടികൾക്കും അഭയം കൊടുത്തിട്ടുള്ള കുറുപ്പ് മരുമകൻ എന്ന ഉഡായ്പ് വീരനും അഭയം കൊടുത്തു അല്ലേ? എന്നാലും വന്ദനയ്ക്ക് ഞാൻ നീലിമയുടെ കൂടെ പോയതിന്റെ എന്തോ ചെറിയ ഇഷ്ടക്കേടുണ്ട്. അതാ വേഗം ഫോൺ വെച്ചത്. ആ പെണ്ണല്ലേ വർഗം. വന്ദനമ്മ സാരി ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ദിയമോൾക്ക് ഇഷ്ടമല്ല. വന്ദനമ്മയ്ക്ക് കൊള്ളില്ല. പഴയതുപോലെ സാരി ഉടുക്കുമ്പോഴാ വന്ദനമ്മേനെ കാണാൻ ഭംഗി. അല്ലെങ്കിൽ തന്നെ പലരും സാരി എന്തിനെങ്ങനെ കഴുത്ത് മറിച്ചിടുന്നെന്ന് ചോദിച്ചു തുടങ്ങി. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. നാളെ തന്നെ ക്ഷേത്രത്തിൽ പോയി മഞ്ഞച്ചരടിൽ കെട്ടിയ താലി സ്വർണ്ണ ചെയിനിലേക്ക് മാറ്റണം. അതാവുമ്പോ താലി ആരും കാണാതെ അകത്തിടുകയും ചെയ്യാം.
ഏട്ടൻ ഇന്നലെ ഉറങ്ങിയില്ലേ? ഉറങ്ങി. കുറച്ച് നേരത്തെ ഉണർന്നു. ചില അർജന്റ് വർക്കുകൾ ഉണ്ടായിരുന്നു. അത്രയ്ക്ക് എമർജൻസി ആയിട്ട് ചെയ്യേണ്ട വർക്കായിരുന്നോ? അതെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പ്രശ്നമായിരുന്നു. ഏട്ടന് തലവേദനയൊക്കെ കുറവുണ്ടോ? ഇനി തലവേദന കുറയും. ഞാൻ പോയി ഏട്ടന് ഒരു സ്പെഷ്യൽ ചായ കൊണ്ടുവരാം. ഇനി നീ എന്റെ അറിവില്ലാതെ പുറത്തേക്ക് പോകുന്നതൊന്ന് കാണണം. ഇനി എന്റെ അടുത്ത് ഒരു കളിയും നടക്കില്ല, ഏത് കള്ളക്കാമുകനാണെങ്കിലും. എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നേ? റോഡിന്റെ തറവടുത്താണോ? നീ ഇപ്പൊ അച്ചി വീട്ടിലാണ് പൊറുതിയെന്ന് അറിഞ്ഞല്ലോ. കൊള്ളാം. പല തെമ്മാടികൾക്കും അഭയം കൊടുത്തിട്ടുള്ള കുറുപ്പ് മരുമകൻ എന്ന ഉഡായ്പ് വീരനും അഭയം കൊടുത്തു അല്ലേ? സംഗതി കൊള്ളാം. പക്ഷേ ഖാദറിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നീ എന്നെ പറ്റിച്ച് മുങ്ങി നടക്കുകയാണെന്ന് ആ കുറുപ്പിനോടൊരു വാക്ക് പറഞ്ഞാ മതി. അതോടെ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അയ്യോ ഖാദർക്ക, ചതിക്കരുത്. ഹരിതയുടെ അച്ഛനോട് ഇക്കാര്യമൊന്നും പറയരുത്. പറഞ്ഞ കുറുപ്പിന്റെ ഒരൊറ്റ തൊഴിക്ക് നീ ഗേറ്റിന് വെളിയിലാവും. പിന്നെ എങ്ങാടോ ഇല്ലാതെ നീ കടത്തിണ്ണ നിരങ്ങേണ്ടി വരും. അതിനു മുമ്പ് എന്റെ പണം ഇങ്ങ് തന്നേക്ക്. പണം കടം വാങ്ങിയിട്ട് അധിക കാലമൊന്നും ആയില്ലല്ലോ. 3 ഇരട്ടി വിലയുള്ള വസ്തുവിന്റെ പ്രമാണം ഈടായി തന്നിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.